സുഹൃത്തുക്കളെ, പല നല്ല പ്രസംഗങ്ങളും നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. പഠിക്കുന്ന കാലം തൊട്ട് എങ്ങനെയാണ്. അല്ലാതെ ഈ ചോറൊന്നും കാണാൻ പോകാറില്ല. നല്ല പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് ആരതാണെങ്കിലും. അത് പിന്നെ നല്ലതാവട്ടെ ചീത്തയാവട്ടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അത് എം എം മണി ആശാന്റെ മോശപ്പെട്ട പ്രസംഗമാണെങ്കിലും പിന്നെ മദനിയുടെ വർഗീയ പ്രസംഗമാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ സ്വരാജിന്റെ പ്രസംഗം, മുസ്ലിം ലീഗിലെ പല നേതാക്കന്മാരുടെയും പ്രസംഗം, BJPയിലെ പല നേതാക്കന്മാരുടെയും പ്രസംഗം, കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും പ്രസംഗം ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ KN ഏകാദ സാഹിബിന്റെ മുസ്ലിം ലീഗിന്റെ പല മണ്ഡലങ്ങളിൽ നിന്നും നിരവധി തവണ MLA ആയ പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPI-കാരനാണ്, മോസ്കോയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ലെനിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയനോ ജ്യോതി ബസുവോ ഹരീഷ് സുർജിത്തോ ഒന്നും ലെനിനെ നേരിട്ട് കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി സുർജിത്തും EMSO AKJ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായിരുന്നാലും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും തൊണ്ടയ്ക്കെന്തോ പ്രശ്നമുണ്ട്. യെച്ചൂരി ഉൾപ്പെടെയുള്ളവരാരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിണറായി വിജയനൊക്കെ എത്ര പ്രാവശ്യം ശ്രമിച്ചാലും ഇപ്പം പുട്ടിനെ വരെ കാണാൻ പറ്റില്ല, പുട്ടിന്റെ സെക്രട്ടറിയെ പോലും കാണാൻ പറ്റില്ല. അപ്പൊ KN ഖാദർ സാഹിബ് ലെനിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടെ പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി യൂണിയനിലൂടെ വളർന്നു വന്ന ആളാണ്. പിന്നീട് പ്രത്യേക ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് പോയി. പലതവണ MLA ആയി. ഇത്തവണ ഗുരുവായൂർ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. തികഞ്ഞ മതേതരവാദിയാണ്, ദേശീയബോധമുള്ള മുസ്ലിമാണ്, പ്രാക്ടീസിംഗ് മുസ്ലിമാണ്, ദീനബോധമുള്ള ആളാണ്, മാന്യനാണ്, സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, അറിവുണ്ട്, ചരിത്രത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് ഒക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം ഇതാണ്. വളരെ ദീർഘമായ ഒരു പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ സ്വാമിമാരും, അതേസമയം വിശ്വാസികളുടെ പുണ്യ പിന്നെ പ്രദേശമായി കാണുന്ന അയോധ്യയിലെ ശ്രീരാമന്റെ പേരിലുള്ള അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പോകുന്നതിലേക്ക് പിന്നെ വൈചിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിൽ ഒരിക്കലും മാച്ചാവുന്നില്ല. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇപ്പൊ കേരള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ അവിടുത്തെ പള്ളിയിലച്ചനെ വിളിച്ചിട്ട് വ്യചരിപ്പിച്ച് പള്ളിയിലച്ചനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ ബിഷപ്പിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ള മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്, സ്കൂളുകളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വരുന്നത്, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഗവൺമെന്റ് സ്കൂളുകളൊക്കെ. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മൊയ്ലിയാരെ വിളിച്ച് നടത്തി അങ്ങനെ ഉണ്ടാവും. ഇതിന് വലിയൊരു കുഴപ്പമുണ്ട് ഇതില്. അല്ലെങ്കിൽ ഒരു പള്ളി, ഒരു ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മൊയ്ലിയാമാർക്ക് പകരം ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ എന്റെ നാട്ടില് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് കൂമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് 3 കുടിയുടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ടാക്കി. ഞാനൊക്കെ അന്ന് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ DYFI ഇങ്ങനെ വന്നിരിക്കുക പഠിക്കുന്ന സമയമാണ്. നിസ്കാരപ്പള്ളി ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാരെല്ലാം പിരിവെടുത്ത്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, റേഷൻ കടക്കാരുടെ ഉടമയായിട്ടുള്ള കുഞ്ഞിപ്പാജി ആയിരുന്നതിന്റെ ചെയർമാൻ. നിസ്കാരപ്പള്ളി ഉണ്ടാക്കി. നിസ്കാരപ്പള്ളിക്ക് എല്ലാവരും കൂടി, ജനങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ്. ബാപ്പുട്ടിയാക്കെന്ന് പറയും, പുള്ളിയുടെ കടയുടെ എതിർവശത്താണ് നിസ്കാരപ്പള്ളിക്ക് സ്ഥലം കണ്ടെത്തി നിസ്കാരപ്പള്ളി ഉണ്ടാക്കി. ഇതിന്റെ ഉദ്ഘാടനത്തിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ വിളിക്കാൻ തീരുമാനിച്ചു. അതും നമ്മൾ സമ്മതിച്ചു. അപ്പൊ നമ്മളൊക്കെ സജീവമായിട്ട് ഇടപെടുകയാണ്. എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നജീബ്, ഹുസൈൻ, കരുവാടൻ, മുജീബ്, അതേപോലെ തന്നെ സൈനുദ്ദീൻ, മീങ്കരം കാക്കാന്റെ മകൻ എന്ന് പറയും സൈനുദ്ദീൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. നമ്മളും ഇവിടെയൊക്കെ പോയി നോക്കും. അപ്പൊ ആദ്യം പള്ളിക്ക് പെയിന്റ് അടിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. പള്ളിക്ക് ഫുള്ള് പച്ച പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ ഈ ലീഗുകാരുടെ സ്വഭാവമാണ്. ഒരു ഇമ്മിണി മല്ലാക്ക എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു മമ്മദാജി, സെയ്ദൽവിന്റെ ജ്യേഷ്ഠൻ, വാൽമണ്ണിൽ മമ്മദോ അങ്ങനെ എന്താണ്, മുമ്പിൽ ഞാൻ തമ്മിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. അതിന്റെ പേരിൽ ഒന്നുള്ളതൊക്കെ ഉണ്ടായതാ. അപ്പൊ ഈ പള്ളിക്ക് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പള്ളിക്ക് നീല പെയിന്റ് അടിക്കുക, പച്ച പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാ പിന്നെ പച്ചയും വേണ്ട ചുവപ്പും വേണ്ട, നീലടിക്കുക എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ ഈ പച്ചയോട് സാമ്യമുള്ള നീലടിക്കാൻ തീരുമാനിച്ചു. കാരണം ഇവരുടെ വാശിയുണ്ട്. ഇല്ലെങ്കിൽ പച്ച അടിക്കുന്നതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവരെ പള്ളിയെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ഇത് കഴിഞ്ഞ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ വിളിക്കാൻ തീരുമാനിച്ചു. അതിന് നമുക്ക് ആർക്കും എതിർപ്പില്ല. കാരണം അദ്ദേഹം ഒരു ആത്മീയാചാര്യനും കൂടിയാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വർഗീയമായിട്ടുള്ള അധിക്ഷേപമൊക്കെ കേൾക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നിടത്ത് എന്താ അച്ചായനായ രാജൻ ജോസഫിന് കാര്യം എന്നുള്ളത് എടുത്തും ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അവനെ ബാക്കിയുള്ളവർ കൈകാര്യം ചെയ്തു. എനിക്കെതിരെ ത്രെട്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് LDF ഒന്നും ഇത്ര സജീവമായിട്ടില്ല. എന്നാൽ തന്നെ എനിക്കെതിരെ നാട്ടിൽ ത്രെട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ പ്രദേശത്തിലൊരു വേറെ മതത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ ഇങ്ങനെ ഈ വിഷയത്തിലൊക്കെ കൈവെക്കുന്നു എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഈ തങ്ങളെ വിളിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം നോക്കുമ്പോൾ മൊത്തം ലീഗിന്റെ കൊടിയും പച്ച അരങ്ങും വെച്ചിട്ട് മൊത്തം കെട്ടിയിട്ടിരിക്കുക.
അതിൽ നമുക്ക് പ്രശ്നമായി. കാരണം നാട്ടുകാരെ മൊത്തം ബേസിക് ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്, നിസ്കാര പള്ളി. അവിടെയുള്ള ആളുകൾക്ക് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കൂമംഗളം എന്ന് പറയുന്ന 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് പോകണം. അവിടെയാണ് ജുമാ മസ്ജിദ് അവിടുത്തെ. പക്ഷെ ജുമായ്ക്ക് അവിടെ പോയിക്കോട്ടെ, പക്ഷെ ഇവിടെ നിസ്കരിക്കാൻ ദിവസം 5 നേരം നിസ്കരിക്കേണ്ടവർക്ക് വന്നൊന്നിരിക്കാൻ, ഒന്ന് നിസ്കരിക്കാൻ, നോമ്പ് കാലത്ത് ഒന്നിരിക്കാൻ ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ പള്ളി നമ്മൾ ഉദ്ദേശിച്ചത്. അതിൽ പച്ച അരങ്ങ് മൊത്തം കെട്ടി, മെയിൻ റോഡിൽ മൊത്തം കെട്ടി, പിന്നെ ഒരു ദിവസം അതിനോട് ഒരു കെട്ടി. നമ്മൾ പറഞ്ഞാൽ അടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചുമന്ന കൊട്ടി മൊത്തം കിട്ടും. ഞങ്ങൾ CPM കൊട്ടി ചുമന്ന അരങ്ങും മൊത്തം കിട്ടും, പള്ളിനെ കവർ ചെയ്ത് കിട്ടും, മൊത്തം കിട്ടും, എല്ലായിടത്തും കിട്ടും. ശിഹാബ് തങ്ങൾ വരുമ്പോൾ പറ്റിയ ഒന്ന് കൂക്കും ചെയ്യും എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ഇതടിക്കണം. രാഷ്ട്രീയം ഇതിനകത്ത് തുടണ്ട. പച്ചരങ്ങ് പിന്നെ മതപരമായിട്ടുള്ള എന്തെങ്കിലും സാധനം വർണ്ണശബളമായി വിവിധ കളറുകളുള്ള അരങ്ങൾ കെട്ടട്ടെ എന്ന് തീരുമാനിച്ചു. ഇത് ഭയങ്കര പ്രശ്നമായി, ക്ലാഷായി, അടിയുടെ വക്കിലെത്തി. പക്ഷെ അവസാനം ഈ കുഞ്ഞിപ്പാജി റേഷൻ കടക്കാരൻ കാര്യോട്ടിൽ കുഞ്ഞിപ്പാജി എന്ന് പറയും. കാര്യോട്ടിൽ മൂപ്പര ജ്യേഷ്ഠൻ കാര്യോട്ടിൽ കുഞ്ഞാൻക മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനുശേഷം പിന്നീട് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മെമ്പറായിരുന്നു, ഒക്കെ ആയിരുന്നു, ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഒക്കെ ആയിരുന്നു. കുഞ്ഞാക്കയിട്ടും കുഞ്ഞിപ്പാജിയായിട്ടൊക്കെ എനിക്ക് ഭയങ്കര അടുത്ത ബന്ധമുള്ളതാണ്, കുഞ്ഞിപ്പാജിയുടെ കുടുംബമായിട്ടൊക്കെ. അതില് കുഞ്ഞിപ്പാജി പിന്നെ കൂടി എല്ലാരെയും കൂടെ വിളിച്ചു കൂട്ടി മധ്യസ്ഥ ചർച്ചയ്ക്ക് നടത്തി. അവസാനം ഇവരെ കൊണ്ട് അരങ്ങഴിപ്പിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ചുമപ്പ് കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു, ചുമന്ന കോട്ടിയും കെട്ടും, ചുമന്ന അരങ്ങും കെട്ടും, മൊത്തം കെട്ടുമെന്ന് പറഞ്ഞു. പറ്റിയ താങ്കൾ വരുമ്പോൾ ഒരു കൂക്കലും കൂക്കുന്നു പറഞ്ഞു. മാന്യമായിട്ടാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കും എന്നുള്ള അഭിപ്രായം പറഞ്ഞു. പക്ഷെ അന്നൊക്കെ അതിന് പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് ഈ സഖാക്കളുടെ ഇടയിൽ വർഗീയവാദികളൊന്നും നുഴഞ്ഞു കയറിയിട്ടില്ല. നമ്മളൊരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസാന വാക്കായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന, കാരണം നമ്മളെ സതുദ്ദേശത്തെക്കുറിച്ച് ബോധ്യമുള്ള സുഹൃത്തുക്കളാണ് ചുറ്റുണ്ടായിരുന്നത്. ഇവരെല്ലാം എന്നെക്കാൾ പ്രായം കൂടി വരാം. മുജീബ് മാത്രം എനിക്കൊന്ന് സമപ്രായക്കാരനാണ്. നജീബ് എന്നെക്കാൾ പ്രായം കൂടിയതാണ്. നജീബിന്റെ അനിയൻ സവാബ് എന്റെ സമപ്രായക്കാരനാണ്. ഹുസൈൻ എന്നെക്കാൾ പ്രായം കൂടിയതാണ്. സൈനുദ്ദീൻ എന്നെക്കാൾ പ്രായം കൂടിയതാണ്. ഇവരെല്ലാവരും, പക്ഷെ ഇവരെല്ലാവരും വളരെ സജീവമായിട്ട് ഉറപ്പിച്ച് കൂടെ നിന്നു. ഈ മുജീബിന്റെ പാപ്പ കരുവാടം മീഡിയാക്കൊക്കെ നമുക്ക് എന്തിനും തയ്യാറായിട്ട് കൂടെ നിന്നു. പിന്നെ പാർട്ടി മെഷീനറി നമ്മൾ തീരുമാനം എടുത്താൽ നന്നായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്ന സംവിധാനമായിരുന്നു. അവിടെ നിന്ന് പാർട്ടി സജീവമായിട്ടൊന്നുമില്ല. അങ്ങനെയാണ് സജീവമായി വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ആരാധനാലയത്തിനകത്ത് രാഷ്ട്രീയക്കാരന് റോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കായല ഖാദറിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചത്. എന്റെ അനുഭവങ്ങളുമായിട്ട് കൂട്ടിയിണക്കി പിന്നെ ആലോചിച്ചതും. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്താലും പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്താലും കുഴപ്പമില്ല, സ്വാമിമാർ ഉദ്ഘാടനം ചെയ്യാൻ കുഴപ്പമില്ല. അതിന് പകുതി തുണിയിട്ടിട്ടുള്ളൂ. പോലെ ഇന്ത്യൻ കൾച്ചർ ഇതാണെന്നുള്ളത് ലോകത്തുള്ള ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടാവും. ഈ തുണി കൊടുക്കാത്തതാണ് ഇവരുടെ സംസ്കാരം എന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ അപമാനിതരാവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കുംഭമേള എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സാമാനം കാണിച്ചുകൊണ്ട് നടക്കുകയാണേ കുറെ സ്വാമിമാര്. ഇവന്മാർക്കെതിരെ പൊതുസ്ഥലത്ത് നഗ്നതാ പ്രദർശനം നടത്തിയ കേസെടുക്കാൻ വേണ്ടി കുളിക്കുമില്ല, നനയ്ക്കുമില്ല, ഒന്നുമില്ല. മര്യാദയ്ക്ക് ക്ഷൗരം ചെയ്യില്ല, ഷെയ്വ് ചെയ്യില്ല. അതും കൂടി രസം. അതാണ് ഏറ്റവും വലിയ മഴക്കാടുകളെക്കാൾ വലിയ കാടും പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാതെ പ്രദർശിപ്പിച്ചിങ്ങനെ നടക്കുക വൃത്തികെട്ടവന്മാര്. നിരുവന്മാരൊക്കെ വലിയ ആത്മീയാചാര്യന്മാരാണ്, സ്വാമിമാരാണെന്നൊക്കെ പറയുന്നത് അത് യാതൊരു അർത്ഥമില്ല. എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവൻ കാണിച്ചാലും, അത് സ്വാമി ആയാലും പള്ളിയിലച്ചനായാലും ബിഷപ്പായാലും മൊയ്ലിയാരായാലും മൊല്ലാക്കയായാലും ഒക്കെ എനിക്ക് ഒരേ മര്യാദ. അപ്പൊ തനി വൃത്തികേടാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. ഞാൻ അന്നത്രയും ചിന്തിച്ചില്ല. കാദസാഹിബിന്റെ പ്രസംഗം കണ്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തത് എനിക്കിത്. കാരണം ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഈ സ്വാമിമാര്, എന്തായാലും കുംഭമേള സ്വാമിമാരെ കൊണ്ടുവരായിരുന്നു നന്നായി. ഇല്ലെങ്കിൽ ഇവരെ നഗ്നതാ പ്രദർശനം കൂടി ലോകം മുഴുവൻ കാണുമായിരുന്നു. ഇതാണ് ഇന്ത്യ എന്ന് കരുതുമായിരുന്നു. ഇവർക്ക് തുണി മേടിക്കാൻ പൈസ ഇല്ല എന്നുള്ളത് കൂടി കരുതുമായിരുന്നു. അർദ്ധനഗ്നനായ ഫക്കീർ എന്നൊക്കെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായ അർദ്ധനഗ്നതയൊന്നും വലിയ കുഴപ്പമാണെന്നുള്ള അഭിപ്രായമല്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് 2024 2024 നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ടുന്ന ചില സ്ഥാനങ്ങളുണ്ട്. നമ്മൾ കൾച്ചറൽ ആക്ടിവിറ്റി. നമ്മൾ പണ്ട് പിന്നെ ഉടുപ്പിടാതെ നടക്കുമായിരുന്നു. നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കടയിലൊക്കെ വരുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് മാത്രം തോർത്തിട്ട് നടക്കുമായിരുന്നു, മുണ്ട് കൊടുക്കും. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും കാണാൻ പറ്റുമോ? ബ്ലൗസിനകത്ത് അമ്മച്ചിമാർ നമ്മളെ നാട്ടിൽ കൂടി നടന്നിരുന്നു. ഇപ്പൊ അങ്ങനെയുണ്ടോ? ഇപ്പൊ മുണ്ടും കൂടി മാറിയിട്ട് നമ്മൾ 3/4 പിന്നെ ബോക്സറും ഒക്കെ ഇട്ട് നടക്കുന്ന കാലത്താണ് നിൽക്കണേ. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അങ്ങനെ നിൽക്കുന്നേ. ചട്ടയും മുണ്ടും ഇല്ല. മറ്റേ ഈ മുസ്ലിങ്ങളുടെ ആണെങ്കിൽ ആ ബെൽറ്റും മറ്റേ ആ സാധനങ്ങളും പിന്നെ അല്ലെങ്കിൽ ലുങ്കി കൊടുത്ത് നടക്കുന്ന ഉമ്മമാരും ഇല്ല. ഹിന്ദുക്കളുടെ ഇടയിലും ഇല്ല. ബ്ലൗസിനകത്ത് പിന്നെ അമ്മമാരും ഇപ്പൊ എവിടെയും നടക്കണില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മാത്രമല്ല തിരിച്ചുള്ള പ്രശ്നം, പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാമിമാര്, അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രി. അമ്പലത്തിൽ പ്രധാനമന്ത്രിക്ക് പൂച്ചയ്ക്ക് എന്താ പൊന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞ മാതിരി അത് ഉണ്ടാക്കി കൊടുക്കുക. സർക്കാരിന്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കി കൊടുക്കട്ടെ. പക്ഷെ അത് ചെയ്യേണ്ടത് ആത്മീയാചാര്യന്മാരാണ്. ഇപ്പൊ യോഗി ആദിത്യനാഥ് ചെയ്താൽ പോലും മനസ്സിലാക്കാം പുള്ളിയെ സന്യാസിയാണെന്ന് പറയാം.
ഇതൊക്കെ ഒരു വളരെ വിചിത്രമായ കാഴ്ചയാണ്. എന്തായിരുന്നാലും കെ എൻ എ ഖാദറിന്റെയൊക്കെ പ്രസംഗങ്ങൾ നിങ്ങൾ മിസ്സാക്കരുത്, കേൾക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ചിന്തിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം ഈ വൃത്തികെട്ട രാഷ്ട്രീയമൊന്നും പറയില്ല, തനി തറ രാഷ്ട്രീയം പറയില്ല, തറ ഭാഷ ഉപയോഗിക്കില്ല. ഞാനൊക്കെ തനി തറ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. അതേപോലെ ഒന്നല്ല, അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. ആ പ്രസംഗങ്ങളൊന്നും മിസ്സാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കണ്ടതുകൊണ്ട് പറയണമെന്ന് കരുതിയതാണ്. ഇതാരെയും അധിക്ഷേപിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ യുക്തിപരമായി ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതിനകത്ത് ശരിയുണ്ട്. ആ ശരിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്റെ ഉത്തരവാദിത്വം.